സംഗതി എന്താണെന്ന് വെച്ചാൽ കാള വെച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കയറെടുത്തു എന്ന് മാത്രമല്ല, കുട്ടിക്ക് കുപ്പായം വരെ അടിച്ചു പേരോട്. കാളന്റെ കുട്ടിക്ക് കുപ്പായം അടിച്ചു എന്ന് മാത്രമല്ല, തൊട്ടി വരെ കെട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജിഷാൻ വിളിച്ചത്, ഉസ്താദെ കാളയാണല്ലോ പെറ്റത്. കാളയാണല്ലേ അപ്പോഴാണ് മുപ്പർ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇനി സുഹൃത്തുക്കളെ ചെറിയൊരു പ്രോത്സാഹനത്തിലേക്ക് പോവുകയാണ്. ഏത് മെറ്റീരിയൽ മാർക്കറ്റിൽ വെച്ചിട്ട് നമ്മൾ അടിക്കാൻ തുടങ്ങി. സംഗതി ചൈന മാർക്കറ്റൊന്നും അല്ല, ഇത് വേറെ എവിടുന്നോ വന്നതാണ്. ഇത് ചൈന മാർക്കറ്റിനെയും കൂടി പറയിപ്പിക്കുന്ന ജാതി സാധനമാണ് എന്ന് നമ്മൾ തെളിയിച്ചു. അത് കുറച്ചൊന്ന് ഞാൻ ബാക്ക് വരെ തുറക്കാണ്, എന്നിട്ട് ഏറ്റവും പുതിയ വെളിപ്പെടുത്തലിലേക്ക് വരികയാണ്. എന്താ അറിയോ, ഈ സാധനം മെറ്റീരിയൽ ഫീൽഡിൽ വെക്കാൻ ബിസിനസ്മാൻ അല്ലെങ്കിൽ കമ്പനി മാനേജർ MD ഏറ്റവും സ്യൂട്ടബിൾ ടൈം എടുക്കുക. കോപ്പിക്കൊട വേനൽക്കാലത്തല്ല ഇറക്കുക, നല്ല കോരിച്ചൊരിക്കണ മഴത്തേക്ക് തന്നെ വരിക അല്ലെ. മഴ കുട മഴ വന്നാൽ കോപ്പിക്കൂടാന്ന് പറയുമ്പോ നല്ല മഴ ഉണ്ടാവും. മറ്റേത് കൊട്ടം വേനൽക്കാലത്ത് മഴ കുട എന്ന് പറഞ്ഞ ആൾക്കാർ അവനാന്റെ TV എറിഞ്ഞു പൊട്ടിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ മുടി മുന്നിലേക്ക് വെക്കാൻ കൃത്യമായ സമയം തിരഞ്ഞെടുത്തു. ആര്? കാന്തപുരം. എപ്പോഴാറിയോ? ജനുവരി 1, 2011 ജനുവരി 1 അന്ന് കാന്തപുരത്തിന്റെ മർക്കസിലെ സമ്മേളനം. ഒരു 10,000 ആളെ കൊള്ളുന്ന മുറ്റത്ത് സ്ഥിരം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കലുണ്ട്. ആ ലക്ഷക്കണക്കിന് ആളുകൾ 10,000 ആളെ കൊള്ളുന്ന മുറ്റത്ത് പങ്കെടുക്കുന്ന സമ്മേളനത്തില് 8:30-9 മണിയായപ്പോ അവസാനത്തെ ബസ്സും ഏറ്റവും തലക്കത്തെ കേരളത്തിന്റെ അങ്ങേ തലക്കത്തെ ബസ്സും എത്തിച്ചേർന്നതിന്റെ ശേഷം കാന്തപുരം തന്നെ ആദ്യം പ്രഖ്യാപിച്ചു, ഞാനിവിടെ ആദ്യം കൊണ്ടുവന്ന മുടിയുടെ സനത് എന്റെ കയ്യിൽ ഉണ്ട്. ഇപ്പോൾ ഇതാ പുതിയൊരു മുടി കിട്ടിയിരിക്കുന്നു, അതിന്റെ സനതും ഉണ്ട്. മൂപ്പരനെ പ്രഖ്യാപിച്ചു. ഞാൻ ആ ഭാഗം കേൾപ്പിക്കണില്ല, എനിക്ക് ഒരുപാട് കേൾപ്പിക്കാണ്ട് അതുകൊണ്ട്. എന്നാൽ ഇതേ സമയത്ത് പേരോട് ഖസറജിയെ കൊണ്ട് ആ സനത് വായിപ്പിക്കുകയും എന്നിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ നൽകുകയും എന്നിട്ട് പേരോടിനെ പ്രഖ്യാപിക്കാനെന്ത് പേരോട് തന്നെ പ്രഖ്യാപിക്കുന്നു, ഇതാ സനത് പരസ്യമായി വായിച്ചുകൊണ്ടാണ്. ആ വാക്യങ്ങൾ അടിവരട്ട് വെക്കണം. മർക്കസിന്റെ മുറ്റത്ത് വെച്ച് സനത് പരസ്യമായി വായിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുമ്പോ നിങ്ങൾ സദസ്സിലേക്ക് നോക്കണം. സദസ്സിൽ വയസ്സായ ആൾക്കാർ വരെ ചാടുകയാണ്. 1.5 മീറ്റർ ഉയരത്തിൽ റബ്ബർ ബന്ധ് നിലത്ത് കിട്ട ചാടുന്ന പോലെ ചാടുകയാണ്. അതിന്റെ ചില കാരണങ്ങളുണ്ട്, കാരണങ്ങളിലേക്ക് ഞാൻ വരാം. ആദ്യം പേരോട് പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനത് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ സനത് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് പരസ്യമായി വായിച്ചുകൊണ്ടാണ്. അത് കേട്ടപ്പോൾ കുട്ടിയുടെ സാഹചര്യം എന്തുകൊണ്ടറിയോ? ആദ്യം ഒരു മുടി വന്നതാ. ആ മുടി കാന്തപുരം അതിന്റെ വിവരം പുറത്തു വിട്ടപ്പോ മുജാഹിദുകളും അല്ലാത്തവരൊക്കെ കൂടെ ശരിക്ക് കൈകാര്യം ചെയ്തു SSFന്റെ കുട്ടികളെ. എന്താ എവിടെ സനത് ഇടിക്കും? സനത് എവിടെ ഇടിക്കും? അങ്ങോട്ട് വിളിച്ചാണ്ടോ പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞ പോലെയാ. ഒരു വിവരം ഒരു പ്രതികരണം അങ്ങോട്ടില്ല അല്ലേ? അപ്പൊ അതില് കുടുങ്ങി കഷ്ടപ്പെട്ട് എടങ്ങാറായി നിൽക്കുമ്പോഴാ പുതിയ മുടിയും പുതിയ സനതും. അല്ലാഹ് അൽഹംദുലില്ലാഹ് സനതുണ്ടല്ലോ. ജനുവരി 2 രാവിലെ 6-7 മണിക്ക് വയസ്സന്മാരും കുട്ടികളൊക്കെ ഓരോ നാട്ടില് SSFകാര് SYSകാര് അവര് റോട്ടിൽ ഇറങ്ങിയത് എങ്ങനെ അറിയോ? നെഞ്ചൊക്കെ വിടർത്തി ചോദിച്ചോളി സനത് വേണോ, നമ്മൾ തരാം എന്നുള്ള നിലക്ക. അതോടുകൂടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറില്ല. കാരണം മുത്തു റസൂലുള്ളാഹിയുടെ മുടിക്ക് ഫളലുണ്ട്. അതുകൊണ്ട് തബറുക്കെടുക്കാം. ആകാൻ പറ്റിയ ഒരു മുടിയും ഒരു ആധാരം കിട്ടാനില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായില്ല. ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സനത് തന്നാലും പൊളിച്ച് കൈ തരാൻ ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ട് അല്ലെ. എന്നാ SSFകാര് അല്ല SKSFകാര് ബേജാറായി. ഒരു മണ്ടാൻ തുടങ്ങി. പടച്ചോനെ സനത വായിച്ചത് നമ്മളത് കഴിഞ്ഞു. ദുലൂ മാർക്കറ്റ് എന്തായാലും സജീവ. നമ്മളെ പെട്ടിക്കടിയിലെ 3 ആൾ ആകെ എന്നും വെള്ളം കുടിക്കണേ. ആ 3 ആളെയും കിട്ടാതാവോ? ഒക്കെ കൂടെ കാന്തപുരത്തിന്റെ അടുത്ത് ഒഴുകുമോ എന്ന് പേടിച്ച് പെരിഞ്ചാതി ഓട്ടോടിയപ്പോ അവർ ചില കാര്യങ്ങൾ കണ്ടെത്തി. അതെന്താ അറിയോ? വായിച്ചത് സനതല്ല, വായിച്ചത് നെസതയാണ്. അത് കുറ്റ്യാടിയിൽ വെച്ച് പേരോടെന്നെ പറഞ്ഞു കേട്ടോളി. പരമ്പരയല്ല,
നമ്മുടെ അറബ് സഹോദരി അഹമ്മദിന്റെ കുടുംബ പരമ്പരയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതാ സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പൊ തിരുത്തുന്നു. ശരിയാണ്, അത് മുടിയുടെ പരമ്പരല്ല, അത് സംഗതി കുടുംബ പരമ്പര തന്നെയാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കി പറയാൻ അവസാനം തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് പ്രശ്നം. നോക്കുന്നു. അദ്ദേഹം തന്നെ പറയട്ടെ, അത് മുടിയുടെ പരമ്പരയല്ല എന്നാ തിരുത്തി പറയുന്നു. الدكتور الشيخ احمد بن الكريم ماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورق المدقق العلامة الشيخ احمد بن الامام العالم العامل سيدي حسن. ഇങ്ങനെ മൂപ്പര് ആരാണ് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെട്ട മൂപ്പരുടെ പേര്, മൂപ്പരുടെ ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാം. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് നസബ. അപ്പൊ ഉപ്പ ഇങ്ങനെ നസബ പറയാ. അപ്പൊ ഇവര് ലാസ്റ്റ് നിമിഷം വെച്ച് പേരോ എന്താ നെസബാന്ന് വെച്ചാൽ നെസബല്ലാത്ത ആരും ഉണ്ടാവില്ല. നെസബ എന്ന് പറഞ്ഞ അയമീന്റെ മോ മുഹമ്മദ്, മയമീന്റെ മോ അബ്ദുറഹ്മാന്റെ മോ അബ്ദുൽ ലത്തീഫ്, ഓന്റെ പിന്നെ ബാപ്പുട്ടി, ഇതിനാണ് നെസബ എന്നറിയാം. ഇത് പരസ്യമായി വായിച്ച് ആൾക്കാരെ കൊണ്ട് ചാടിച്ചതാ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നൊണ നമ്പർ 1. ഇവിടുന്ന് പൊളിയാൻ പോവുകയാണ്. സംഗതി ചൈന മാർക്കറ്റിലല്ല, വേറെ എവിടുന്നോ എടുത്തുകൊണ്ടെന്നതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. തെളിയാൻ പോവുകയാണ്. പക്ഷേ പേര് അവിടെ വെച്ച് വേറൊരു കാര്യം കൂടി പറഞ്ഞു. അതെന്താ അറിയോ? സംഗതി അത് നസബയാണെങ്കിൽ സെനത് നമ്മൾ എടുത്തിട്ടുണ്ടാ ഉസ്താദിന്റെ മുഹ്ബീങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഒരു ബ്ലാങ്ക് പേപ്പർ ഇങ്ങനെ ക്യാമറിന്റെ മുന്നിക്ക് വരാതെ ഇവിടെ ഉള്ളതൊക്കെ മുഹ്ബീങ്ങളാ. ഒരു ഇതിലൊന്നും ഇല്ലെങ്കിലും മുണ്ടൂല. മിണ്ടാൻ പേടിയാ. ഞാൻ തെളിയിച്ചോളാം ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട്. മിണ്ടാൻ പേടിയാണ്. ഒരു വട്ടം ഗാന്ധവരത്തിനെതിരെ മുണ്ടിയം പിന്നെ മുണ്ടൂല. അതാണ് അവിടുത്തെ നയം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ആര്? അപ്പൊ അവിടെ വായിച്ചത് അതല്ല, അത് നസബയാണ്. കുറ്റ്യാടിയിൽ വെച്ച് വീണ്ടും പറഞ്ഞു സെനതോടുണ്ട് എന്ന് പറഞ്ഞത് കണ്ടോളൂ നിങ്ങൾ. ഇവിടെ വെച്ച് പറഞ്ഞല്ലോ, കുറ്റ്യാടി വെച്ച് പറഞ്ഞല്ലോ. ആ മുടിക്ക് ശരിക്കൽ അവിടെ സർട്ടിഫിക്കറ്റ് ആണ് ശരിക്കുള്ള. നിങ്ങൾ ഔദ്യോഗിക വന്നാൽ ഞാൻ തരാന്ന് ഇവിടെ വെച്ച് പറഞ്ഞല്ലോ. ആ സീഡിയിലുണ്ട്. ഞാനിട്ടല്ല ഈ സ്റ്റേജിലൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്ന വൈദ്യങ്ങൾ അങ്ങാർക്ക് സെനത് വേണമെങ്കിൽ എല്ലാവരും നോക്കിക്കോളി. ഉസ്താദിന്റെ ഇരിക്കട്ടെ. അപ്പൊ സെനത് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, അത് പച്ചക്കള്ളമാണ്. സെനത് ഇവിടെയുണ്ട്. ആർക്കും വേണമെങ്കിലും ഇതുവരെ മർക്കസിൽ വന്നാ കാണിച്ചിരുന്നു. ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാനിവിടെ ഉസ്താദ് കുറെ 10,000 ശിഷ്യന്മാരില്ലേ. ഉസ്താദിന് ഈ പ്രായമുള്ള കാലത്ത് ബുദ്ധിമുട്ടുന്നു. ഞാനുണ്ട്. ഉസ്താദ് ബുദ്ധിമുട്ടേണ്ടി വരും. ഉസ്താദ് തൽക്കാലം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഞങ്ങളെ തൊണ്ടയിൽ ചോരുള്ളിടത്തോളം കാലം, ഞങ്ങളെ ശരീരത്തിൽ റൂഹുള്ളിടത്തോളം കാലങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം എന്താ അറിയോ? ഞങ്ങൾക്ക് യോഗം കൂടാൻ പ്രയാസമല്ല. ഞങ്ങൾക്ക് ഇത് സംഘടിപ്പിക്കാൻ പൈസന്റെ പ്രശ്നമല്ല. ഒരു ബക്കറ്റ് ഇങ്ങനെ കറങ്ങി അവസാനിച്ചെത്തുന്നതോടുകൂടെ പരിപാടിന്റെ പൈസയായി. മനസ്സിലായോ? പിന്നെ ഞങ്ങള് ഒന്നിച്ചൊരു യോഗത്തിലിരിക്കുമ്പോ മറ്റവനിപ്പനെ വള്ളിയേക്കണോ അവനിപ്പനെ വള്ളിയേക്കണോ എന്നതൊന്നുമില്ല. ഞങ്ങളെ കൂടെയുള്ള ചില ആളുകൾക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉസ്താദ് കഷ്ടപ്പെടേണ്ടി വരും. ഒരു സംശയം അങ്ങനെ വിചാരിക്കണ്ട. അപ്പോ സെനതുണ്ടല്ലോ, സെനത് കുറ്റ്യാടിയിലുണ്ടല്ലോ, പിന്നെ ഇവിടെ മർക്കസിലുണ്ട്, രണ്ടിടത്തും ഉണ്ട്. മൂപ്പർ അന്ന് പരിപാടി കഴിഞ്ഞ് പോയി, പെരീക്കെത്തിയില്ല. അതിന്റെ മുമ്പ് കുട്ടികളെ വിളി തന്നു. അല്ല ഉസ്താദെ, ആ സെനത് ഞമ്മക്കൊന്ന് കാണിച്ചാലോ, നമ്മളാണ് പെരീക്ക് വന്നാലോ വെച്ചപ്പോ മൂപ്പര് കൊടുത്ത ഉത്തരം എന്താ അറിയോ? ഉത്തരം ആ സെനത് നമുക്ക് കിട്ടിയിട്ടില്ല. മറ്റിക്കാട്ടിന്ന് കൊടുക്കുന്ന സെനതില്ലേ, ഏത് ഒരു മോലിയാർ 6 കൊല്ലം 8 കൊല്ലം പഠിച്ചാൽ അയാൾ പൈസയാകുമോ എഴുതി കൊടുക്കുന്ന കടലാസില്ലേ, ആലിക്കുട്ടി മുസ്ലിയാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന കടലാസില്ലേ, അതേപോലത്തെ കടലാസ കിട്ടിയത്. മറ്റേത് ഹസറജിന്റെ അടുത്ത് തന്നെയാണ്. ഹസറജിനെ വിളിച്ച് നമുക്കൊന്നും വാങ്ങിക്കൂടെ? അതിനിപ്പോ മൂപ്പരെ വിളിച്ചിട്ട് കിട്ടണില്ല, മൂപ്പര് ടൂറിലാണെന്നാണ് കേട്ടോ. പറയുന്നുണ്ടല്ലോ, ഹസറജ് പറയുന്നുണ്ടല്ലോ, എനിക്ക് ശരിയായ പരമ്പരയിലൂടെ കിട്ടിയെന്ന് അഞ്ചാമത്തേതാണോ? പക്ഷെ ആ അങ്ങനെ കിട്ടിയാൽ അത് പറയില്ല. അത് കണ്ടില്ല. അതൊക്കെ കണ്ടാറിയാളെ എങ്കിൽ ആ ശരിയായ സ്ഥലത്തും കൂടി അവർ ചെയ്തമായില്ല. ഹസറജിന്റെ അടുത്തുള്ള ശരിയായ സ്ഥലം മാത്രം കിട്ടിയെന്ന് പറയുമ്പോൾ ആ ശരിയായ സ്ഥലത്തിന് ഞങ്ങൾക്ക് നൽകിയാൽ എന്ന് പറഞ്ഞാൽ സ്ഥലത്തോട് വാങ്ങിക്കുക. അയാളോട് അയാൾക്ക് അവിടെ ഇല്ല, അബുദാബിയിലില്ല. അത് ശരിയാണ്.
ഞാൻ വിളിച്ചു വെക്കുകയാണ്. അപ്പൊ പതിനാല് കണക്ക് അദ്ദേഹത്തിനടുത്ത് ഉണ്ടാവും. നമ്മളെ കണക്കെ പറയുന്ന തന്നെ വിചാരിക്കുന്നത് അത് നമുക്ക് പതിനാല് കണക്കപ്പം തന്നിട്ടില്ല. നമുക്ക് തന്ന സ്ഥലത്ത് ഞാൻ വായിച്ച അർത്ഥം പറഞ്ഞില്ലല്ലോ, അതിന്റെ മാനേജിന്റെ അർത്ഥത്തെ ഞാൻ പറഞ്ഞു. അപ്പോ ആ കണക്ക് മുഖാന്തരമാണപ്പോ അതിലേക്ക് മുടി കിട്ടിയത്. അതല്ല അങ്ങനല്ല, നമുക്ക് തന്നെ, അതായത് അത് ഞാൻ വിശദീ എന്നിട്ട് ഈ സീരി ഞാൻ വിശദീകരിച്ചു. അതായത് നമുക്ക് തന്നെ പള്ളിക്കാരനൊക്കെ പറഞ്ഞുള്ളൂ. ഭദ്രതയ്ക്ക് ഓണെന്ന് കിട്ടി എന്ന സ്ഥലത്ത് നമുക്ക് വന്നിട്ടില്ല. എന്ന സ്ഥലത്ത് അയാൾ ഈ ഇതിൽ പറഞ്ഞിട്ടില്ല. അയാൾക്കുള്ള സ്ഥലത്തിനെ പറ്റി ഇതിൽ പറഞ്ഞില്ല. ഇയാൾ പറഞ്ഞില്ലായ ശരിയായ പ്രകാരം അതെന്താണ് പറഞ്ഞിട്ടുണ്ട്. അത് ആ സ്ഥലത്ത് നമുക്ക് ആവശ്യപ്പെട്ട വാങ്ങിയാൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു. അനുസരിക്കാൻ നമുക്ക് അയാൾക്ക് 20. അപ്പൊ അത് കിട്ടല്ല. അപ്പൊ മൂപ്പര് മർക്കസിന്റെ മുറ്റത്തെന്ന് പറഞ്ഞതോ കുറ്റ്യാടിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്ത കടലാസോ അത് ബ്ലാങ്ക് പേപ്പറാണ്, പച്ച നുണ. 10,000 കേൾക്കുന്ന ബൈലക്ഷടക്കം 1000 കേൾക്കുന്ന ആ സ്ഥലത്ത് സാഹചര്യത്തിൽ അയാൾ പച്ച നുണ പറഞ്ഞതാണ്. അയാളെടുത്ത് നിന്ന് എൽമ സ്വീകരിക്കാൻ പറ്റില്ല എന്നത് ജനങ്ങളെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഇസ്തിഗാസിന്റെയും തവസ്സുലിന്റെയും കുത്താറാത്തീവിന്റെയും കുനൂത്തിന്റെയും കാര്യത്തിൽ ഇതേ നുണ തന്നെയാണ് യഥാർത്ഥത്തിൽ പേരോട് കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേപോലത്തെ നുണകൾ തന്നെയാണ്. അവസാനം എന്തായി? ഇവിടെല്ലാം ഉറപ്പായപ്പോ അവസാനം പറഞ്ഞ എന്താ അറിയോ? അവസാനം പറഞ്ഞത് ഞങ്ങളോരെ ദുബൈക്ക് വിളിച്ചോര് വന്നില്ലാന്ന കാന്തപുരം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നു, അവർ ഞങ്ങളെ കൂടെ വരട്ടെ, ഞങ്ങൾ ഏതു സമയത്തും പോകാൻ തയ്യാറാണ്. അഹമ്മദ് ഹസറജിയുടെ അടുക്കൽ പോയി സനദില്ല എന്നാണ് അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇത് കേറിച്ച് മടങ്ങാൻ തയ്യാറാണ്. അദ്ദേഹം കാണിക്കുകയാണെങ്കിൽ ഇവരും കേറിച്ച് മടങ്ങണം. അതുവരെ അവർ നിർത്തണം, ഭിന്നിപ്പ് നിർത്തണം. കാസിമി പറഞ്ഞ പോലെ പറയണ്ടേ? അതിന് നിങ്ങളെ കെട്ടിപ്പെരിയിലാക്കിയ പെണ്ണുങ്ങളല്ലല്ലോ ഞങ്ങളെന്നാ പറയണ്ടേ? പക്ഷേ അങ്ങനെ ഞങ്ങൾ പറയണില്ല. പക്ഷെ ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ അബൂത്തുൽ അൻസാരിന്റെ അടുത്ത് പോന്നതാണ്. സെനത് അവിടെ വായിക്കുന്നു, പരസ്യമായി വായിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് പോയി. ഇവിടുന്ന് ഈ സാധനം നേരെ പെട്ടെന്ന് ദുബൈക്ക് എത്തി. പത്രസമ്മേളനത്തിൽ ഇരിക്കുന്നത് ഉസ്താദിന്റെ വർത്താനം കേട്ട അല്ലാഹു അക്ബർ പറയുന്നവരല്ലല്ലോ. പത്രക്കാര് ശരിക്കും ചോദിച്ചപ്പോ മുജാഹിദുകൾ മുഖാമുഖത്തില് ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയാൽ മൈക്ക് ഫ്രീ ആയി കിട്ടുമ്പോ മുഖാമുഖ വേദിയിൽ കാണുന്ന അതേ ദൃശ്യം എന്താ? കാന്തപുരത്ത് ഇരുത്തിയിട്ട് പ്രസ് കോൺഫറൻസിനൊക്കെ ഒരു മാനേഴ്സ് ഉണ്ടല്ലോ അല്ലേ? അതത് നടത്തുന്നവർക്ക് അറിയാം. അവിടെ കയറിയിട്ട് കാന്തപുരം പറഞ്ഞാൽ അബദ്ധാവുള്ളൂ എന്ന് പേരോടിനറിയാം. അപ്പൊ പേരോട് കയറിയിട്ട് അറ്റാക്ക് ചെയ്ത് ഇടവിട കണ്ടോളി. എന്താ ആശയം ഇപ്പൊ? അതായത് അയാളെ പേര് ബാപ്പാന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് നസബിയാണെന്ന് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് നസബിയാണ്, അയാൾ ബാപ്പാന്റെ പേരാണ്. പക്ഷേ അസാനീത സഹീദിന്റെ ശേഷം അയാൾ പറയുന്നുണ്ട് ശരിയായ പരമ്പരയിലൂടെയാണ് എനിക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ പരമ്പര അയാളോട് നേരിൽ ബന്ധപ്പെട്ടാൽ വാങ്ങാവുന്നതാണ്. അതിന് ഒന്ന് പോവുക നമ്മൾ ഒന്നായി എന്ന് പറയുമ്പോൾ അവർ വരുന്നില്ല. അതിനവര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇനി അവിടെ ചെല്ലുമ്പോ അയാൾ ഈജിപ്തിലാണ്, മൊഹീദ്ദീൻ ഷേഖിന്റെ അടുത്താണെന്ന് പറഞ്ഞാലോ, ജീനാലി തങ്ങളുടെ അടുത്താണെന്ന് പറഞ്ഞാലോ നമ്മളെന്താ ചെയ്യാന്നാ ആര് ബഹാവുദ്ദീൻ നബി ചോദിച്ചത്. അതിന് ഞങ്ങൾക്ക് തിരിച്ചു പറയണ്ടേ, മൊഹീദ്ദീൻ ഷേഖിന്റെ അടുത്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എളുപ്പമായി. ഇതിന്റെ ഇടയിൽ ചില സത്യങ്ങളൊക്കെ പുറത്തു വരും. നേരെ ചെന്നിട്ട് ചോദിച്ചാൽ കേൾക്കുമല്ലോ, ഉത്തരം കിട്ടുമല്ലോ. അങ്ങനെ ചോദിച്ചാൽ പോരെ? പത്രസമ്മേളനം വിളിച്ച് ബഹാവുദ്ദീൻ നബി പറഞ്ഞത് അത് ഇരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഇത്രയായപ്പോഴേക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് പൂർത്തിയായപ്പോഴേക്ക് കേരളം ഇളകി മറിഞ്ഞു. സനദില്ലാതെ വ്യക്തമായി. സനദില്ലാതെ കേരളത്തിലെ മുജാഹിദുകൾക്കല്ല, സുന്നികൾക്കല്ല, കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് സനദ് എഴുതിയില്ലാക്കിയവർക്കടക്കം മനസ്സിലായി ഇത് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അവസാനം മുസ്ലിംമാര് പണിയില്ല. അതിപ്പോ കണ്ടെങ്കിൽ എവിടെയും കാണില്ലല്ലോ. ഇന്നിപ്പോ ഇറങ്ങി നോക്കിയത് നിങ്ങൾ ഇറങ്ങി 1 മണിക്കൂർ പ്രസംഗിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 5000 ആളുകൾ പോരും. 1 മണിക്കൂറിന്റെ ഒരൊറ്റ ഡിസ്ക് കിട്ടിയ ഒരു 73 ക്ലിപ്പ് മിനിമം. ഇപ്പോ അത് മുറിച്ചിട്ട് സ്വീപ്പാകണം. എവിടെ മുറിക്കേണ്ടതെന്ന് അറിയുന്നില്ല.
ആജാദിയാണ് ക്ലിപ്പിന്റെ കൂമ്പാര. ഏതാ മുറിക്ക ഏതാ ഭയങ്കര ഇഖ്തിലാഫ് ആര് ക്ലിപ്പ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ അതിടണം പറ്റൂല ഇതിടണം. ആ നിലക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോണത്. ഇരിക്കട്ടെ, ഏതാണെങ്കിലും ഇതുകൂടി ആയതോടുകൂടെ മുസ്ലിയാക്കന്മാർക്ക് പണിയില്ലാതെ ഒരു പെരിയിലായി. ഒരു മുസ്ലിയാര് പെരിയിലാകുമ്പോ വേറെ പണിയൊന്നുമില്ലല്ലോ അല്ലെ, കൊച്ചുമുളുണ്ടാക്കാൻ വയ്യ, ആളങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന ഇരുത്തത്തിൽ മുപ്പര് വെറുതെ TV തുറന്നു നോക്കി. അപ്പൊ കണ്ടെന്താ, അപ്പൊ കാന്തപുരം വലുതായി പോകുന്നത് ഇവിടെ അകത്തുകയുള്ളൂ. തനിച്ച അസൂയ. വെറുതെ പറഞ്ഞതല്ല. 2 ആഴ്ച മുമ്പ് കിടന്ന കണ്ടതും കേട്ടതും എന്ന് പറയുന്ന പരിപാടിയില്ലേ ഏഷ്യാനെറ്റില്. അപ്പൊ ചോദിക്കും മൊയ്ലാരിതും കണ്ടും കാണാതിരിക്കണമെന്ന്. കണ്ടതും കേട്ടതും ഒക്കെ കാണും, കാരണം ഇതേ പോലത്തെ വില്ലന്മാരെ പിടിക്കണമെങ്കിൽ. കാന്തപുരത്തെ വിമർശിക്കാൻ 3 മാന്യന്മാരിരിക്കുക. നോക്കണേ അവരുടെ ഉള്ളിലിരിപ്പ്. ഒന്ന് തനിച്ച ജമാഅത്തെ ഇസ്ലാമി, മറ്റേതോ അതിനേക്കാൾ വിഷം ഇപ്പോഴത്തെ നമ്മുടെ സുന്നിയുടെ വിചാരം. 3 പേരുടെ ഹൃദയം എന്താ? കാന്തപുരത്തിനെത്തില്ല. വിമർശിക്കണമെങ്കിൽ ഇയാൾ ഒറ്റക്കരുത് വിമർശിക്കട്ടെ. ഇവരെന്തിനാ കൂട്ടുപിടിച്ചത്? ഇന്നലെ വരെ അള്ളാഹുവിന്റെ റസൂലിനെയും സുന്നത്തിയെ മാത്രമേ വിമർശിക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ചിട്ടാണോ, കമ്പനിയായിട്ടാണോ, ഷെയർ ചെയ്തിട്ടാണോ സുന്നീനെ വിമർശിക്കേണ്ടത്? എന്ത് സുന്നി താല്പര്യമാണോ? സത്യത്തിൽ ഒരു പൊതു വികാരം ഇവിടെ രൂപപ്പെട്ടു. ആരും കോർഡിനേറ്റ് ചെയ്തതല്ല. ശരീഅത്ത് വിവാദ കാലഘട്ടം പോലെ ശരീഅത്ത് വിവാദ കാലഘട്ടത്തിൽ കോർഡിനേഷൻ കൃത്യമായി നടന്നിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം അതിന് വ്യക്തമായ നേതൃത്വം നൽകിയിട്ടുണ്ട്. ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനിയെ പോലെയുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാർ അവർ എഴുതിയുണ്ടാക്കിയ കുറിപ്പ് രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കുന്നിടത്തേക്ക് എത്തി ഇല്ലേ? ഇവിടുത്തെ ഇന്ത്യയിലെ ഉന്നത നിയമപീഠം ഖുർആനിലെ ചില തലാഖുമായി ബന്ധപ്പെട്ട തത്വങ്ങൾക്ക് വിരുദ്ധമായ ചില വിധി പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ ആ വിധിയെ മുഹമ്മദ് ഇസ്ലാമിന്റെ ശക്തമായ വാചകങ്ങളും ഖുർആനിന്റെ പരാമർശങ്ങളും മുസ്ലിം വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിയമ സ്വാതന്ത്ര്യത്തിലെ ഇടപെടലുകളുമൊക്കെ അതുണ്ടാക്കിയപ്പോൾ ഇന്ത്യ ഇളകി മറിഞ്ഞു. കേരളത്തിലെ ഈ പെരിന്തൽമണ്ണ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ബഹുമാന്യനായ ഒരു പാർലമെന്റേറിയൻ, അദ്ദേഹം മുസ്ലിം മതസംഘടനകൾ പ്രിപ്പയർ ചെയ്തു കൊടുത്ത മനോഹരമായ പ്രസംഗം തന്റെ ഉജ്ജ്വലമായ സ്വരത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഉറക്കെ പ്രസംഗിച്ചപ്പോൾ, പ്രസംഗം കഴിഞ്ഞിരുന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അദ്ദേഹം മൈക്കെടുത്തിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ ഈ പാർലമെന്റേറിയനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ സ്വകാര്യ ബില്ല് എനിക്ക് എന്റെ ഗവൺമെന്റിന്റെ ബില്ലായി അങ്ങ് തരണം. ഞാനത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയാം. പാർലമെന്റിൽ അവതരിപ്പിച്ച് വോട്ടിനിട്ട് അത് അതിശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നു. മുസ്ലിം സംഘടനകൾക്കിടയിലെ വൈര്യങ്ങളും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്നിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് സമാനമായ ഒരു അന്തരീക്ഷം ഇവിടെ രൂപപ്പെട്ടു. ആരും കോർഡിനേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യില്ല. കാരണം മുടി വിവാദവുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതിൽ പങ്കെടുക്കാൻ ഒരിക്കലും റോളില്ല. അവരതിന്റെ തബറുക്കിനെ നിഷേധിക്കുന്ന ബോഡി വേസ്റ്റ് ആണെന്ന് പറയുന്നവരാ. അപ്പുറത്ത് മടൂർ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരും തബറുക്കിനെ നിഷേധിക്കുന്നവരാ. EK വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം EK വിഭാഗത്തിന് അവര് ഈ മാർക്കറ്റിലെ ചെറിയ നിരക്കുള്ള കച്ചവടക്കാരാ. സംഗതി വെയ്ക്കായിട്ട് നമ്മൾ തെളിയിച്ചതാണത്. ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ തലുണ്ട്. എന്നാൽ നമ്മൾ ഈ വിഷയം ശക്തമായി കൊണ്ട് മുന്നോട്ട് പോയപ്പോ എല്ലാവരും സെനതും അതേപോലെ തന്നെ പള്ളിയും അതേപോലെ തന്നെ മുടിയുടെ നീളവും ഒക്കെ ക്രമീകരിച്ച് അറ്റാക്ക് ചെയ്തപ്പോ കാന്തപുരത്തിന്റെ കൂടെയുള്ളവരും ഒറ്റപ്പെട്ടു പോയി. ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ട് അവരെ രക്ഷിക്കാൻ പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന് ചില ആളുകൾ രംഗത്ത് വന്നു. അവര് മുജാഹിദുകൾക്കെതിരെ സർക്കാർ ഒലിച്ച് ആവശ്യമുള്ള ക്ലിപ്പ് ഉണ്ടാക്കി കൊടുത്തു. ആ ക്ലിപ്പിട്ട് മാനേജ് ചെയ്തും കേരള യാത്ര നടത്തിയും കാന്തപുരം മെല്ലെ എങ്ങനെ എണീറ്റ് നിൽക്കുന്ന നൃത്തത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിലെ ഇഷ്യൂസ് മെല്ലെ പരിഹരിച്ചിട്ട് നമ്മളിപ്പോ ഇതിലേക്ക് യഥാർത്ഥത്തിൽ തിരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷല്ല. മുസ്ലിം സമൂഹം ഒന്നിച്ച് ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്നപ്പോ യഥാർത്ഥത്തിൽ കാന്തപുരത്തിന്റെ കൂടാരത്തിൽ ചർച്ച നടന്നു. ഇനി എന്താ പരിഹാരം? അതിന്റെ പരിഹാരം കണ്ടെന്താ അറിയോ? ശിഹാബ് തങ്ങൾ ഇവിടുത്തെ ഒരു ജനറൽ ഫിഗറാണ്, അല്ലെങ്കിൽ പാണക്കാട് കുടുംബം ഇവിടുത്തെ ഒരു പൊതുസമൂഹത്തിലെ ഒരു ഫിഗറാണ്. അവർ പലപ്പോഴും ചിലർക്കെങ്കിലും ആത്മീയ നേതൃത്വമാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതാവായിട്ടുള്ളൂ. എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ആളുകൾക്ക് അദ്ദേഹം ഒരു ഐഡിയൽ പൊളിറ്റിക്കൽ ലീഡറാണ്. ശിഹാബ് തങ്ങൾ വിശേഷിച്ച്
മാതൃകയുള്ള നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, ഒരു എന്താ പറയാ, ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയ്ക്ക് പക്വമായി മുസ്ലിം പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഈ വിഷയം അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹമല്ല, പാണക്കാട്ട് തങ്ങളല്ല, ശിഹാബ് തങ്ങളല്ല, അദ്ദേഹത്തിന്റെ പിൻഗാമി ഈ വിഷയം അംഗീകരിക്കുന്നു. EK വിഭാഗത്തിന്റെ ലീഡർഷിപ്പിലും കൂടിയുണ്ട്, മുസ്ലിം പൊതു പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിലുണ്ട്. അദ്ദേഹം ഇത് അംഗീകരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നെ സംഗതി ശുഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടപ്പോ പേരോട് എന്ത് ചെയ്തെന്നറിയോ, കാള പറ്റുമെന്ന് കേട്ടപ്പോ കയറെടുത്ത് തൊട്ടികെട്ടി കുട്ടിക്ക് കുപ്പായം വാങ്ങി വന്ന ഇതേ പേരോട് മൂപ്പര് കാന്തപുരത്തിന്റെ വീട്ടിലെ പാണക്കാട്ടെ വീട്ടിലെ സൽക്കാരത്തെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തി. അതുകൂടി വിശദീകരിച്ചതിന്റെ ശേഷം നമുക്ക് ചില കാര്യങ്ങളിലേക്ക് പോകാം. പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ഒക്കെ ഇവരെ ആൾക്കാരപ്പോ പാണക്കാട് തങ്ങന്മാർ ഞങ്ങൾ ആൾക്കാരെന്ന് മാത്രമല്ല, ഇപ്പൊ പാണക്കാടേ ഞങ്ങളെ ഷെയ്ഖുനാക്ക് നല്ല സൽക്കാരാ കിട്ടുന്നത്. നോക്ക് പറയണത് നിങ്ങൾക്ക് തെറ്റ് പറ്റി. ഒരാഴ്ച മുമ്പ് കാന്തപുര ഉസ്താദ് പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ വന്നത് കേട്ടോ. അത് വിവരറിയും, കാന്തപുരത്ത് നല്ല സൽക്കാരം കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. പാണക്കാട് കല്യാണയില് ഇതാണ് സൽക്കാരം. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും, എല്ലാ മതവിഭാഗ നേതാക്കളെയും, എല്ലാ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും നേതാക്കളെയും ഒക്കെ ക്ഷണിച്ച കൂടുതൽ കാന്തപുരത്തിന് ക്ഷണിച്ചിട്ടുണ്ടാവും. മൂപ്പറ ചെന്നിട്ടുണ്ടാവും, ചോറ് കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊക്കെ കിട്ടിയിരുന്ന കൂടുതൽ ഇതാപ്പ സൽക്കാരം. പക്ഷേ BJP ഉൾപ്പെടെ RS എല്ലാ പാർട്ടി, എല്ലാ സാംസ്കാരിക നായകന്മാരൊക്കെ ക്ഷണിച്ച കൂടുതൽ മൂപ്പനെ ക്ഷണിച്ചിട്ടുണ്ട്. പോയി ഇതാണ് സൽക്കാരം കല്യാണത്തിന് വിളിച്ചു എന്നുള്ളത്. അപ്പോ ഈ ജാതി എല്ലാ പണിയെടുത്തു നോക്കി സെനതാകോ? വയറുവേദനയ്ക്ക് വിക്ഷേപിച്ചിട്ട് കാര്യമുണ്ടോ? ആൾക്കാർ പിന്നെയും ചേക്കും സെനത എവിടെ, ആളുകൾ പിന്നെയും ചേക്കും. ആയിക്കോട്ടെ സാറേ, എന്നാ പിന്നെ സെനത എവിടെ? എങ്ങനെ പോയാലും സെനത വെക്കാൻ തുടങ്ങി. പേരോടിനോട് ദേഷ്യം പിടിച്ച്, പേരോട് സെനത് ചോദിച്ചവരെ മുഴുവൻ ബാപ്പാർക്കും പിടിച്ച്, സെനത് ചോദിച്ചവരെ മുഴുവൻ ബാപ്പാർക്കും വിളിച്ച്. എന്താ എന്റെ ബാപ്പ എന്നുള്ളതിന് എന്താ തെളിവ്? എവിടെ സെനത് എന്നാ പേരോട് ചോദിക്കട്ടെ. ഇനി ചോദിക്കട്ടെ, ഒരാളോട് ചോദിച്ചു, മോനെ നിന്റെ ബാപ്പാന്റെ പേരെന്താ? എന്റെ ബാപ്പാന്റെ പേര് ഫുലാൻ. എന്താ മോനെ തെളിവ്? സെനതുണ്ടോ? എനിക്ക് തെളിവ് ഉമ്മ പറഞ്ഞതാ. ഉമ്മ പറഞ്ഞേ മാത്രം തെളിവ്, അതെന്നെ തെളിവുള്ളൂ. അത് 100% ഖണ്ഡിതമായ തവാത്തറോട് സ്ഥിരപ്പെട്ടതാ. ഇനി ഒറ്റ പെണ്ണ് പറഞ്ഞ, കൂടുതൽ ആളൊന്നും പറഞ്ഞില്ല, ഒരു പെണ്ണ് പറഞ്ഞതാ. എന്നാ പിന്നെ ഉമ്മാനോട് സെനതി വെക്കുക, ഉമ്മാനോട് പറയാം സാക്ഷി വേണം, കുറെ ആളുകൾ. എന്തിന്? എന്റെ ബാപ്പന്റെ തെളിവ്. ഇങ്ങനെ തെളിവ് കൊടുക്കാൻ കഴിയോ? ഇങ്ങനെ തെളിവ് വേണോ? എവിടെ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങൾ മനസ്സിലാക്കിയെടുത്തൊന്നും എന്തായാലും മനസ്സിലാക്കിയിട്ടില്ല സുഹൃത്തുക്കളെ. ഇവിടെ നിന്നില്ല മൂപ്പരെ അവിടുന്ന് പോരുന്നില്ല. നേരെ റസൂലുള്ളാന്റെ മുടിന്റെ സെനത നമ്മൾ ചോദിച്ചത്. അതെന്താ ചെയ്യേണ്ടത്? അതെങ്ങനെ കടലാസം എടുത്ത് തരാ വേണ്ടത്? അല്ലെങ്കിൽ ലൈബ്രറിയിലെ കിതാബ് എടുക്കാനാ പോണ്ടത്? ലൈബ്രറിയിലെ കിതാബ് കുറെ തപ്പിവെക്കി നടക്കണില്ല, സംഗതി ഒന്നും നടക്കണില്ല. അപ്പൊ ഇയാൾ എന്തെന്ന് വെച്ചാ നേരെ ലേബർ റൂമിലാണ് സെനതും ചോദിച്ചു പോയത്. കണ്ടോളി. ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ ലേബർ റൂമിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്ന് തന്നപ്പോ നിങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടായോ? കൊണ്ടുവന്ന ആളാരാ? മുത്തത്തിയായ തേടിയിരിക്കുന്ന ആളാ കൊണ്ട തന്നെ? നിങ്ങളെ സ്വന്തം ഭാര്യയാണെങ്കിലോ അപ്പം ബോധം കെട്ട് വീണതുവാ. ഇനി സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞാലോ, ഒറ്റ പെണ്ണ് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുമോ? രണ്ടാളില്ലാതെ എന്നാ നിനക്ക് സ്വീകരിക്കാൻ പറ്റും? ഇങ്ങനെയാണോ തെളിവ് നോക്കല്? സുഹൃത്തുക്കളെ, സംശയിക്കുന്നതിനുണ്ട് ഒരു അതിരീതനായി പറഞ്ഞതിനപ്പുറം സംശയിക്കുന്നതിനും ഉണ്ട് ഒരു അതിരീത്. എല്ലാറ്റിനും സംശയിക്കല. നോണ പറയുമ്പോ നോക്കണേ, സംഗതി നോണ പറയുമ്പോ നോക്കൂല. എന്നിട്ട് പിന്നെ ആളുകളെ മേല് കയറുക. ഞാൻ അവിടെയും തീർന്നില്ല. അപ്പൊ വാപ്പാന്റെ നടന്നില്ല, പ്രസവമുറിയൊന്നും കിട്ടിയില്ല. മൂപ്പര് നേരെ ഇറച്ചിക്കടിക്ക് പോയി. മുത്തു റസൂലുള്ളാന്റെ സെനത് നോക്കിയിട്ട് നേരെ ഇറച്ചിക്കടിക്ക്. കണ്ടോളി. ഇറച്ചി മാംസം കൊടുത്തു. അപ്പൊ ഇതാരാ അർത്ഥ വച്ചോനെ? നമ്മളതിന്റെ സെനതും നോക്കി പോണോ? ഇതാരാ അർത്ഥം നോക്കണോ? ഭൂമിയായ കൊണ്ടു തന്നാൽ ഹലാലായ ഇറച്ചിയാന്ന് മനസ്സിലാക്കി തിന്നുന്നതിന് കുഴപ്പമില്ല. നമുക്ക് 100% ഉറപ്പ് പറയാൻ കഴിയും. ഇതാരാ അർത്ഥം? നമുക്ക് ആൾക്കന്നെ മാംസം കിട്ടിയതും. ഇപ്പൊ നമ്മൾ ഇയാളെന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ കൂലിയാല് റോട്ടല് കയറിയാല് സെനതി കഴിക്കുക. ഈ ഇറച്ചി ഭൂമിനായ മനുഷ്യൻ കൊണ്ടുവന്നാൽ എന്താ അത് വിശ്വസിച്ച് തിന്നതിന് കുഴപ്പമില്ല. അതാ സെനത്.
മനസ്സിലായില്ലേ? അപ്പൊ സേനതില്ല എന്ന് മനസ്സിലായി. സേനത് പൊളിഞ്ഞു. അത് കൃത്യമായി നമ്മൾ ഇടിച്ച് പൊളിച്ച് തകർത്ത് കയ്യാണ് കൊടുത്തു. പിന്നെ ആകണ്ടതിന് ഡൗട്ട്, ഇത് കാന്തപുരത്തിന്റെ പിന്നെ എടുത്തുനിന്ന് കിട്ടിയ മുടിയാണോ, അതല്ല കാന്തപുരത്തിന്റെ വീട്ടിലുള്ള ആരെങ്കിലും മുടിയാണോ, അങ്ങനെ കുറെ സംശയം ഉണ്ടായിരുന്നു. അതൊരു സംശയമായി തന്നെ അവിടെ നിന്നു. അതിന്റെ ഉത്തരപ്പ് വളരെ ക്ലാരിറ്റി ഉള്ള ഉത്തരം വന്നിട്ടുണ്ട്. അതിന്റെ മുമ്പ് വേറൊന്നും കൂടി പൊളിക്കാണ്ട്. എന്താ അറിയോ, SSFന്റെ കുട്ടികള് നമ്മളൊക്കെ വയറും പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോരുമ്പോ കാണാം ഒരു ഗ്യാസ് ലൈറ്റ് ഇങ്ങനെ കത്തുന്നു. അതെന്താ, വലിയ ഒരു ബോർഡ്, തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം, തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം, 40 കോടിന്റെ വലിയ പള്ളിന്റെ ഫോട്ടോ അല്ലെ, ആ ഫ്ലക്സ് ഇങ്ങനെ കെട്ടിയിട്ട് കേരളത്തിൽ മൊത്തം വളരെ വ്യവസ്ഥാപിതമായിട്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല, വളരെ ഐഡിയൽ പബ്ലിസിറ്റി ആയിരുന്നു അത്. പബ്ലിസിറ്റി പ്രവർത്തനങ്ങളുടെ നല്ലൊരു മാതൃക. കാരണം അത് കൃത്യമായിട്ട് കൊട്ടേഷൻ കൊടുത്ത് ആ നിലക്ക് ചെയ്യിച്ചതാ. SSFന്റെ കുട്ടികളെ സഹായിക്കാനുണ്ടാകും. അങ്ങനെ വെച്ച ബോർഡ് അത് എടുത്തിട്ട് നമ്മൾ ചോദിച്ചു, എന്റെ ആദ്യത്തെ മുടിക്ക് ഇങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാക്കാതിരുന്നത്? അപ്പൊ തന്നെ മനസ്സിലായില്ലേ ആദ്യത്തെ മുടി, ഏറ്റവും മിനിമം ആദ്യത്തെ മുടി റസൂലുള്ളാഹിന്റെ മുടിയല്ലാന്ന് മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ചില മുടിക്ക് പള്ളി ഉണ്ടാക്കണമെന്നും വേറെ മുടിക്ക് പള്ളി ഉണ്ടാക്കണ്ടെന്നുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു. അതോടുകൂടെ ബോർഡുകൾ ഓരോന്നിങ്ങനെ അയ്യാൻ തുടങ്ങി. കാന്തപുരം പത്രസമ്മേളനത്തിൽ പത്രക്കാരിട്ട് വെള്ളം കുടിപ്പിച്ചപ്പോ അവസാനം പറഞ്ഞു, ഞങ്ങൾ ഈ പള്ളി മുടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പള്ളിയല്ല, ഇത് നേരത്തെ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ബോർഡ് കെട്ടിയ വല്ല കുട്ടികളും ഞാന് പറയണത് കേൾക്കുന്നുണ്ടെങ്കിൽ ശരിക്കും കേട്ടോളിങ്ങൾ. ഉസ്താദിനെ കൊണ്ട് പറയിപ്പിച്ചു ഞങ്ങൾ. ഉസ്താദ് ഇനിയും ചിലവൊക്കെ പറയേണ്ടി വരും. ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കും. ഈ വിഷയം വിശദീകരിച്ചോടത്തൊക്കെ പറഞ്ഞ പോലെ കാന്തപുരത്തിന് ഏതെങ്കിലും NHന് ഒരു ലോറി 30 കാറും തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അപകടത്തിൽപ്പെട്ടതാണെങ്കിൽ ഞങ്ങളെ കണ്ടാൽ ഞങ്ങൾ കോരിയെടുത്ത് കൊണ്ടേ കൊടുക്കും. നിങ്ങളെ കണ്ടാൽ ഞങ്ങൾ കൊണ്ടുപോയി ഏതെങ്കിലും ICയിലിടും. മൂപ്പർക്ക് പഠിച്ചോൻ ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോരാ. പക്ഷേ ഇപ്പോൾ ഇടനെഞ്ചത്ത് കയറിയിരിക്കുന്ന കത്തി നിങ്ങൾ ഊരിയെടുക്കുമ്പോൾ കൂടുതൽ അപകടം വരുന്ന കത്തിയാണ്. കാന്തപുരമെന്ന ഊതി വീർപ്പിച്ച ആ വലിയ ബലൂണുണ്ടല്ലോ, ആ ബലൂണിന് പലപ്പോഴും ഓട്ട വീണിട്ടുണ്ട്. ധാർമ്മിക ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നാലെ കൂടിയിട്ടില്ല. അത് അയാളെ പരലോകം തമ്മിൽ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. വേറെയും പലതും വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാരും കൂടി ആ ഓട്ട വീണെന്ന് കാറ്റ് പോണിന്റെ ഇടയ്ക്ക് കൈ അമർത്തി പിടിച്ചിട്ട് നിങ്ങളൊക്കെ ഉറക്കലൊരു തെക്കുബീർ ചൊല്ലിക്കൊടുത്തപ്പോ യാസവും അത് വിട്ടു. പക്ഷേ ഈ ഓട്ട അടച്ചാലെ അടിയണ ഓട്ടയല്ല. തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെച്ച് കെട്ടി കുട്ടികൾ വീട്ടിൽ പോയി പൊങ്ങെടുത്ത് നിസ്കാരം കഴിഞ്ഞതിന്റെ മുമ്പ് കാന്തപുരത്തിന്റെ പത്രസമ്മേളനം വന്നു. പത്രസമ്മേളനത്തിൽ എന്താ ഉള്ളതെന്ന് കണ്ടോ നിങ്ങൾ. കോഴിക്കോട് പരിസരത്ത് വലിയ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ആഗ്രഹമുള്ളതാണ്. ഈ കോംപ്ലക്സിലെ പള്ളിയിലും കോഴിക്കോട് ഞങ്ങൾ നിർമ്മിച്ച എല്ലാ പള്ളികളിലും അല്ലാത്ത പള്ളികളിലുമെല്ലാം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് 500ഉം 1000ഉം വ്യക്തികൾ പേർ പള്ളിയുടെ പുറത്തു നിന്ന് റോട്ടിൽ നിന്ന് നിസ്കരിക്കാറുണ്ട്. ഇവർക്കെല്ലാവർക്കും നിസ്കരിക്കാൻ സ്ഥലം വേണം. കൂടാതെ ഈ പുണ്യകേശം കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണം. അങ്ങനെയുള്ള ഒരു വലിയ പള്ളി നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ആഗ്രഹമുണ്ട്. ഈ തിരുദേശവും കൂടി ലഭിച്ചപ്പോൾ അതും അവിടെ നിക്ഷേപിക്കാം എന്ന നിലക്ക് ഒരു വലിയ പള്ളി നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിസ്കരിക്കാൻ ഉണ്ടാക്കിയതാണ് പള്ളി അല്ലെ? അപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. എന്നാ കേട്ടോളി, ഇത്ര ശരിക്ക് കേൾക്കുക, ഇത്ര ഒരു മുടിക്കെന്തിനാ വലിയൊരു പള്ളിന്നാ അടുത്ത സ്റ്റെപ്പിൽ കാന്തപുരം പറഞ്ഞത്. കേട്ടോളി. അതാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അവിടെ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്നു, ആ പള്ളിയിൽ ഇത് സ്ഥാപിക്കുകയും. അങ്ങനെ തന്നെയാണ് ലോകത്ത് കേശം സൂക്ഷിക്കപ്പെട്ട പള്ളികളൊക്കെ ഉള്ളത്. അത് ഏത് വ്യക്തിക്ക് മനസ്സിലാവില്ല ഒരു കേശം സൂക്ഷിക്കാൻ ഇത്ര വലിയ പള്ളി വേണ്ട. അത് ആൾക്കാർ മനസ്സിലാവാത്തത്. പള്ളി നിർമ്മിക്കുന്നത് നിസ്കരിക്കാനാണ് അവിടെ വരുന്ന ജനങ്ങൾക്ക്. പള്ളി നിർമ്മിക്കുന്നത് തിരുകേശം സൂക്ഷിക്കാനല്ല. ഇത്ര പോകുന്നൊരു കേശത്തിന് ഇത്ര വലിയൊരു പള്ളി വേണമെന്നാണ്. അടുത്തത് പൊളിഞ്ഞത് എന്താ അറിയോ? ഞങ്ങള് പൈസ വാങ്ങണില്ല, ക്യാഷ് വേണ്ടെന്നാ. കേട്ടോളി.
ആ കേശങ്ങൾ രണ്ടും, മുൻപത്തതും പുതിയതും പഴയതുമായ രണ്ടും ഇട്ട വെള്ളം ലക്ഷത്തിൽ പരം ജനങ്ങൾ വാങ്ങി കുടിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അതിന് ഞങ്ങൾ സൗജന്യമായി അവർക്ക് കൊടുക്കുകയല്ലാതെ ഒരു കാശ് പോലും വാങ്ങിയിട്ടില്ല എന്നത് എല്ലാവരും വ്യക്തമായി അവിടെ വന്ന ആളുകൾ അറിയുന്ന ഒരു സത്യമാണ്. അത് കൊണ്ടുപോകാനുള്ള കുപ്പികൾ പോലും പാത്രങ്ങൾ പോലും ഞങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് സ്പോൺസർഷിപ്പ് ചെയ്യിപ്പിച്ച് അതിൽ ഒഴിച്ചുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കാശ് വാങ്ങുന്ന പ്രശ്നം ഇല്ല, ഉത്ഭവിച്ചിട്ടുമില്ല, അത് ചെയ്തിട്ടും ഇല്ല. അങ്ങനെ സൗജന്യമായി വിതരണം ചെയ്തിട്ടുള്ളതാണ്. ഇത് ബിസിനസ്സാന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഏത് സാധനം ഇറങ്ങുമ്പോ അതിന് റിഡക്ഷൻ സെയിൽ ഉണ്ടാവും അല്ലെ? ഇത് റിഡക്ഷൻ സെയിലായിരുന്നു. അതല്ലെങ്കിൽ കുറച്ച് സാധനം ആൾക്കാർക്ക് കൊടുത്ത് ഓരോ പറഞ്ഞു പറ്റിച്ച് അല്ലെ, സംഗതി ഓരോ കയ്യിൽ ഇതൊരു അനിവാര്യ ഘടകമാക്കി മാറ്റിന്റെ ശേഷം ചീട്ട് പുറത്തെടുക്കല. എന്താ അറിയോ, ഇപ്പുറത്തു കൂടെ ഈ കുപ്പിയിൽ ഈ വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോ ഇപ്പുറത്തു കൂടെ 1000 ഉറുപ്പ്യന്റെ കൂപ്പൺ. കേട്ടോളിങ്ങള്. അതിനിടയിൽ ഞാൻ പറയുന്നു, ഷാഹ് മുബാറക്കിന്റെ മെമ്പർമാരാവണം നിങ്ങളൊക്കെ. ആ പള്ളി നമ്മുടെ മക്കൾ, നമുക്ക് 10 മക്കളുണ്ടെങ്കിൽ, കാശുണ്ടെങ്കിൽ ആ 10 മക്കൾക്ക് നമ്മൾ കൂപ്പൺ എടുക്കണം. മുത്തുനബിയുടെ ഷാഹ് മുബാറക്കിന്റെ പള്ളി സ്വന്തം നിർമ്മിക്കാൻ ആളുകൾ തയ്യാറായി ഉസ്താദിനോട് പറയുന്നുണ്ട്. 4 ആളുകൾ ഞങ്ങൾ എടുക്കാമെന്ന് പറയുന്നുണ്ട്, ഒരാൾ ഞാൻ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അതൊന്നും ഉസ്താദ് അംഗീകരിച്ചിട്ടില്ല. മറിച്ച് എന്റെ പിന്നിലുള്ള ഈ മക്കൾക്ക് ആഖിറത്തിലെത്തുമ്പോ മുത്തുനബിന്റെ മുമ്പിൽ തങ്ങളെ ആദരിച്ചവരാണെന്ന് പറയാൻ ഒരു വഴിക്ക് വേണ്ടി മാത്രമാണ് ഈ വഴി ഉസ്താദ് സ്വീകരിച്ചത്. അതുകൊണ്ട് നമ്മളൊക്കെ കാശുണ്ടെങ്കിൽ അതിന്റെ ഒരു കൂപ്പൺ വാങ്ങണം. എന്റെ കയ്യിൽ കൂപ്പണുണ്ട്, എനിക്കതിൽ അതിന്റെ ഒരു വരായില്ല, ഒരു സംഭവമില്ല. മൂപ്പർക്കില്ല, മൂപ്പർക്ക് വേറെ ഇഷ്ടം പോലെ വേറെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് മൂപ്പർക്കില്ല, മാസം ഇഷ്ടം പോലെ പോരുന്നുണ്ട് എന്നൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞൊന്നുമല്ല. ഒക്കെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കേൾപ്പിക്കൂ. ആർക്കൊക്കെ എന്തൊക്കെയാ കിട്ടണത്, ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് കിട്ടണമെന്ന് കൃത്യമായിട്ട് സ്ഥാപിക്കും, തെളിയിക്കും. പിന്നെയോ ഒരാൾ എടുക്കാന്ന് പറഞ്ഞു, 4 ആൾ എടുക്കാന്ന് പറഞ്ഞു, ബടായി പറയണ പോലെ വെറുതെ ബടായി പറയണോ? ആരാണ് ഒരാള്, ആരാണ് 4 ആള്? അയാൾ ഇപ്പത്തെ നിലപാടെന്താ? 9 മുതൽക്ക് വഹാബ് സഖാഫി വരേണ്ട ഒരുപ്പല്ല. ഈ വിഷയത്തിൽ നിങ്ങളെ കൂടല്ല, ഞങ്ങൾ കേൾപ്പിക്കും. 9 മുതൽ വഹാബ് സഖാഫി വരേണ്ടവർക്ക് ഇനി സ്റ്റേജുമ കയറാൻ അവർക്ക് ചിലപ്പോ വല്ലാതെ കഴിഞ്ഞോളണമെന്നില്ല. അതിന് മാത്രമത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇത്രയും എത്തുമ്പോഴാണ് വിവാദത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ കയറുന്നത്. അടുത്തൊരു തലത്തിലേക്ക് ഒരു പുതിയ വ്യക്തി രംഗത്ത് വരികയാണ്. ആരാ? ജിഷാൻ മാഹി. ആരാണ് ജിഷാൻ മാഹി? ആദ്യങ്ങൾ കേൾക്കും. ബഹുമാനപ്പെട്ട മർക്കസിലൂടെ ജിഷാൻ മാഹി ആരാണ് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ യാത്രയിലും തോന്നുന്നല്ലേ? പിന്നെ ഇപ്പൊ അതിനൊരു ബുദ്ധിമുട്ടുണ്ടോ അതിന്? വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ശരി, ഇത് സ്വകാര്യം പറയേണ്ട വിഷയമാണ്. അടുത്താരും ഉണ്ടോന്ന് ഞാൻ അറിയില്ല. സമൂഹത്തിലും രാഷ്ട്രത്തിലും സമുദായത്തിലും സേവനം ചെയ്യാൻ തോന്നിക്കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും ഒന്നായിരിക്കും. പിന്നെ ഇനി ഏതാണ്ട് ഇവിടെ 2000 കല്ല് വേണം. ഒരു കല്ലിന് എത്രേ? അഞ്ച് സിമെന്റ് കർത്തവ്യം. ജിഷാൻ മാഹി നല്ല ഒരാളാണ്. എന്റെ പ്രസംഗങ്ങൾ കേട്ട് കാണാതെ വെച്ചിട്ട് എല്ലാം മുജാഹിദിനോട് തർക്കിക്കും. എല്ലാ ജമാഅത്തും അറിയാൻ വേണ്ടിയിട്ട് സാധാരണക്കാരനാണ്. പക്ഷേ പറഞ്ഞാൽ പറ്റില്ല. അയാളെ ക്രിയേറ്റ് കളിച്ചതാണ് അള്ളാഹു ബർക്കത്തിയിട്ട്. അദ്ദേഹത്തിനും അള്ളാഹു തയ്യാറ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ അള്ളാഹു തന്നെ ബർക്കത്തിയിട്ട്. കല്യാണം കഴിച്ചിട്ട് ചെയ്യാനൊരു സംശയം നമുക്ക്. നല്ല ഭാര്യയാണ് അവർക്ക്. അപ്പോ കാന്തപുരത്തിന് പേര് പറയാതെ പരിചയമുള്ള, പേരോട് എല്ലാ നിലക്കും പരിചയപ്പെടുത്തി ജിഷാൻ മാഹി. ഇയാള് മർക്കസിൽ നിന്ന് കിട്ടിയ വെള്ളവും മുടിയൊക്കെ മുമ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നിങ്ങൾ കേട്ടോളൂ. എന്റെ ശബ്ദം കേൾക്കുന്ന പലരും ചിലരെങ്കിലും ഇപ്പോഴും അങ്ങനെ കൈകാര്യം ചെയ്യണവരാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മർക്കസിലൂടെ
എല്ലാ റബീഉൽ അവ്വൽ ആദ്യ തിങ്കളാഴ്ചയും മാസം ആദ്യത്തെ തിങ്കളാഴ്ചയും പിന്നെ അവിടെ വെച്ച് ഷഹർ മുബാറക്ക് മുഖ്യ വെള്ളം കൊടുക്കുക എന്ന പേരിൽ വെള്ളം കൊടുത്തപ്പോ ആ വെള്ളം ഇരു കൈകൾ കൊണ്ടും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഖത്തറിൽ പോലും അതിന്റെ ഒരു കുപ്പി വെള്ളം വെക്കുകയും ആ കുപ്പി വെള്ളം ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചുംബിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ പാത്രം ചുംബിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനത്തെ വ്യക്തിയായിരുന്നു മൂപ്പര്. ആ മൂപ്പർക്ക് എന്തെന്ന് പറയാം, മുജാഹിദുകൾ ഈ വിഷയത്തിൽ പല നിലക്കും വളരെ വ്യക്തമായ പല ചോദ്യങ്ങളും ചോദിച്ചു. കെ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും അവരുടേതായ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ഇതിന് പലപ്പോഴും ഉത്തരമില്ല. ഉത്തരമില്ലാതിരുന്നപ്പോ ഇയാളെ മനസ്സിങ്ങനെ അസ്വസ്ഥാകാൻ തുടങ്ങിയപ്പോ കാന്തപുരത്തിന്റെ ആ ശക്തമായ കൂടാരത്തിലേക്ക് സൂര്യപ്രകാശം മെല്ലെ വന്നു തുടങ്ങി. മെല്ലെ വെളിച്ചം വന്നു തുടങ്ങി. ഇരുട്ടിലേക്ക് മെല്ലെ വെളിച്ചം വന്നു തുടങ്ങി. ജിഷാൻ മാഹി എന്ന് പറയുന്ന സാധാരണക്കാരൻ, അയാള് കാന്തപുരം ഓതിയ കിതാബ് ഓതാത്തോണ്ട് അയാൾക്ക് അങ്ങനെ ആലോചിക്കാനുള്ള ബുദ്ധി പഠിത്തം കൊടുത്തു. ഒരു കിതാബ് ഓതാത്തതുകൊണ്ട് തന്നെ മുപ്പര് അങ്ങനെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ മുപ്പര് കാന്തപുരത്തിന്റെ മർക്കസിന്റെ വീസി കൂടിയായ ഡോക്ടർ ചുള്ളിക്കോട് ഉസ്താദിനെ അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ അവിടെ എത്ര മുടിയുണ്ട്? അപ്പൊ ചുള്ളിക്കോട് ഉസ്താദിന് വരെ അറിയില്ല അവിടെ എത്ര മുടിയുണ്ട് കേട്ടോളൂ. ഈ തിരികേസ് വിവാദം കൊടുമ്പിരിക്കൊള്ളുന്ന ആ സമയത്ത് ഇതിന്റെ തുടക്കം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാമായ നമ്മുടെ ബഹുമാനപ്പെട്ട ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, മർക്കസിലുള്ള ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉസ്താദിനെ അറിയാത്തവരായി ആരും തന്നെയില്ല. അങ്ങനെ ഈ വിഷയ സംബന്ധമായി ആദ്യമായി ഞാൻ ഹുസൈൻ സഖാഫി ഉസ്താദിനെ ചുള്ളിക്കോട് ഉസ്താദിനോട് വിളിച്ചു. ഉസ്താദുമായി സംസാരിച്ചപ്പോ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദെ ഞാൻ സത്യത്തിൽ ഒരു ചോദ്യം ചെയ്യുന്ന ശൈലിയിലായിരുന്നില്ല ഉസ്താദിനെ വിളിച്ചത്. കാരണം എനിക്ക് ചില യാഥാർത്ഥ്യങ്ങൾ അറിയേണ്ടിയിരുന്നു. കാരണം ഈ വിഷയ സംബന്ധമായി ഒരു അവ്യക്തത, അന്ന് സംശയദൃഷ്ടിയോടെ എല്ലാ ഉസ്താദിനെ വിളിച്ചതെങ്കിലും ആ അവ്യക്തത അത് വ്യക്തതയായി മാറാൻ വേണ്ടി ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചു. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചു, ഉസ്താദെ, മർക്കസിൽ എത്രയാണ് നബി അലൈഹി തങ്ങളുടെ ഷഹർ മുബാറക്ക് ഉള്ളത്? ആ ചില സത്യം ചിന്തിക്കണം. ഞാൻ ഈ വിഷയ സംബന്ധമായി ഇതിലെ തൽക്കാലം തെളിവുകൾ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്തൊക്കെ തെളിവുകൾ അത് നിഷേധിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ജിഷാൻ മാഹി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് കളവാണെന്ന് സമർത്ഥിക്കാൻ തന്റേടമുള്ള വല്ലവരുമുണ്ടെങ്കിൽ ഒരു പൊതുസംവാദമാണെങ്കിൽ എന്താണ് സന്തോഷപൂർവ്വം. കാരണം ഈ വിഷയ സംബന്ധമായി ഒരു കളവും സത്യം തന്നെ പറഞ്ഞാൽ തീരാൻ അത്രമാത്രം വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വിഷയവും ഈ വിഷയ സംബന്ധമായി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് ആമുഖമായി ഒന്നുകൂടി സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. അങ്ങനെ ഷെയ്ഖ് സഖാഫി ജലീൽ ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദിനോട് ചോദിച്ചു, ഷഹർ മുബാറക്ക് മർക്കസിൽ എത്രയാണ് ഉസ്താദെ ഉള്ളത്? ഉസ്താദിന്റെ മറുപടി, സത്യം പറഞ്ഞാൽ ജിഷാനെ, മർക്കസിൽ എത്ര മുടികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്ക് എത്രയാ ഉള്ളതെന്ന് ഞാനിതുവരെ അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ മറുപടി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഞെട്ടാതിരിക്കോ? കാരണം മർക്കസിന്റെ VC ഡോക്ടർ ഹുസൈൻ ചുള്ളിക്കോട് അദ്ദേഹം എന്നും കയറിയിറങ്ങുന്ന, എന്നും ഇടപെടുന്ന ആ സ്ഥലത്ത് വെച്ച മുടിയുടെ എണ്ണം മൂപ്പർക്കറിയില്ല. ഇത് കേൾക്കുമ്പോ ഞെട്ടാതിരിക്കോ? മാത്രല്ല, ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായൊരു സംഭവം ഇയാൾക്കതോടുകൂടെ സംശയമായി. ഇയാള് ഉമർ മുസ്ലിയാർ എന്ന് പറയുന്ന വേറൊരാളുമായി ബന്ധപ്പെട്ടു. അയാള് കാന്തപുരത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് PA ആ സ്വാലിഹ് സഖാഫി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു. ജിഷാൻ മെല്ലെ പല ആവശ്യത്തിന് നിങ്ങളെ വിളിച്ച് മെല്ലെ കമ്പനിയാക്കി കൊണ്ടുവന്ന് സ്വാലിഹ് സഖാഫിന്റെ അടുത്തുനിന്ന് വലിയൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. എന്താ അറിയോ? ഷഹർ മുബാറക് എന്ന പേരിൽ ഇപ്പോൾ കലക്കി കുടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മുവിന്റെ, അതല്ലെങ്കിൽ ഇക്ബാൽ ജാലിയാൻ വാല എന്ന് പറയുന്ന ബോംബെയിലെ ചോർ ബസാറിലുള്ള, ലാൽ ബസാറിന്റെ അപ്പുറത്തെ ചോർ ബസാറിലുള്ള
അവിടുത്തെ ആ ആക്രി കച്ചവടക്കാരന്റെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന സാധനമാണത് എന്ന് അദ്ദേഹത്തിന് മെല്ലെ മനസ്സിലായി. അതിന്റെ സനത് എഴുതിണ്ടാക്കിയത് ആരാ? അതിന്റെ സനത് എഴുതിണ്ടാക്കിയത് മജീദ് മോലിയാരാണ് എന്ന് കാന്തപുരത്തിന്റെ അസിസ്റ്റന്റ് അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. കാന്തപുരത്തിന്റെ അസിസ്റ്റന്റ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അത് നിങ്ങൾ കേട്ടോളൂ. അപ്പൊ ശരിക്കും നിങ്ങൾ 100% നിങ്ങൾ ഉറപ്പിക്കാൻ സ്വാലിഹ് സഖാഫി അതേപോലെ ജിഷാൻ മാഹി രണ്ടുപേരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഫോൺ സംഭാഷണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇയാള് കേരളത്തിലെ നമ്മുടെ പണ്ഡിതന്മാരെയും പ്രബോധകരെയും ഒക്കെ വിളിച്ചിട്ട് ഇയാള് പലജാതി കാര്യങ്ങൾ ചോദിച്ച് അത് റെക്കോർഡ് ചെയ്ത് 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ ഒക്കെ കഴിഞ്ഞിട്ടാ പുറത്തു വിടുക. ഈ ഫോണിൽ സംസാരിച്ച ആൾക്ക് എന്താ പറഞ്ഞതെന്ന് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇയാള് എന്താ പറയാ, പിന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു പറഞ്ഞ പോലെ ഇയാളെ ഫോൺ ക്ലിപ്പുകൾ ഓരോന്നും ചോർന്നപ്പോ ഇയാളും കാന്തപുരത്തിന്റെ പിയെയും കാന്തപുരത്തിന്റെ പരിയിലെ കാര്യം ഓഫീസിലെ കാര്യം നോക്കണേ സാലിഹ് സഖാഫി അയാളുമായുള്ള ഫോൺ സംഭാഷണം ടാപ്പ് ചെയ്തത് നിങ്ങൾ കേട്ടോളൂ. കാരണം എന്താണ്? ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഖാദിരിയാത്തരംഗത്തിന്റെ സനത് റെക്കോർഡിംഗില്ലല്ലോ. പടച്ചോനെ നിങ്ങൾ പറഞ്ഞോ. ഖാദിരിയാത്തരംഗത്തിന്റെ സനത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു. അത് മജീദോട് സംസാരിച്ചപ്പോ മജീദ് പറഞ്ഞു ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റൂല, കാരണം അത് ഈ ഷെയർ മുബാറക്കിന്റെ സനദിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഖാദിരിയാത്തരംഗത്തിന്റെ സനത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു. അത് മജീദോട് സംസാരിച്ചപ്പോ മജീദ് പറഞ്ഞു ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റൂല? ഖാദിരിയ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ഒരു സനത് ആർക്കോ കൊടുക്കാൻ വേണ്ടി ഒരു സനത് എഴുതി ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടേ കൊടുത്തു. കാന്തപുരത്തിന്റെ പോക്കറ്റിലുള്ള ഒരു സാധനം എഴുതി അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊണ്ടാന്ന് പറഞ്ഞു. ഇയാൾക്ക് സ്വാലിഹ് സഖാഫിക്ക് കാന്തപുരത്ത് അറിയുന്നുണ്ട്. അയാള് പറിച്ചു പടച്ചോനെ ഇത് എന്തോ ഗുൽമിന് വേണ്ടിയാന്ന് അറിയില്ല, എനിക്ക് അതിന്റെ പാപക്കറ തിന്നു തീർക്കാൻ പറ്റൂല. മജീദ് മോലര് കൈകാര്യം ചെയ്തോളൂ വണ്ടിയും പലയും. ഇയാള് മജീദ് മോലരെ പറ്റി പറയുന്നുണ്ട് വലിയ യോഗ്യത. മജീദ് മോലരെടുത്ത് കൊണ്ടേ കൊടുത്തപ്പോ മജീദ് മോലര് പറഞ്ഞ ഉത്തരങ്ങൾ കേൾക്കാൻ പോണേ ഇതെങ്ങനെ എഴുതാ? ഖാദിരിയ ത്വരീഖത്തിന്റെ സനതായിട്ട് ഇത് നമ്മൾ ഷാർ മുബാറക്കിന് കൊടുത്തു കഴിഞ്ഞില്ലേ? ഇത് ഷാർ മുബാറക്കിന് കൊടുത്തു കഴിഞ്ഞില്ലേ? ഇതല്ലേ അവിടെ വായിച്ച് കേട്ടോളി. കാരണം അത് ഈ ഷെയർ മുബാറക്കിന്റെ സനദിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ വെച്ചാൽ മജീദ് മുസ്ലിം നിഷേധിക്കും, ഞാൻ കഴിയാനാവും. നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും നുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. ഇപ്പോഴത്തെ ആരും കൈയടിക്കരുത്. നിങ്ങളിപ്പോ കൈയടിച്ച് നിങ്ങൾ കുടുങ്ങും. എനിക്ക് നേരം കിട്ടിയാല് അതിന് മാത്രം വരാണ്ട്. അപ്പൊ നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് കാന്തപുരത്തിന്റെ വടിയും കുപ്പായവും മുപ്പര തുണിയും മുണ്ടും ഒക്കെ എടുത്തു കൊടുക്കണ അസിസ്റ്റന്റ് പറയാണ് നുണ പറയാനൊരു മടിയില്ലാത്ത പ്രസ്ഥാനാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങൾക്കുള്ള അവസാനത്തെ അടയാളം കാന്തപുരത്ത് തിരിച്ചറിയാനുള്ള അവസാനത്തെ സൈൻ ബോർഡ് റബ്ബ് തന്നിരിക്കുന്നു. റബ്ബ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇനിയും കാന്തപുരത്തിന്റെയും കൂട്ടാളികളുടെയും കാലിന്റെ താഴെ ബുദ്ധി പണയം വെക്കുന്നവരോടൊറ്റ വാചകം നാളെ പരലോകത്ത് വെച്ച് പറയേണ്ടി വരരുത്. യാ ലൈതനാ അത്അന അല്ലാഹ വഅത്അന റസൂല, റസൂലിനെയും അല്ലാഹുവിനെയും ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് പറയേണ്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത്. അത് മാത്രമേ പറയാനുള്ളൂ. ബാക്കി കേൾപ്പിക്കട്ടെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ മജീദ് മുസ്ലിം നിഷേധിക്കും, ഞാൻ കഴിയാനാവും. നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും നുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും നുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതാണ് ഞാൻ ഇതിലെന്താക്ക് എനിക്കിതിൽ താല്പര്യമില്ലാത്തത്. ഞാൻ നെഗറ്റീവായി ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ഈ കാര്യത്തില് കാന്തപുരത്തെ തിരുത്തുന്ന കാര്യത്തിൽ ഒരാൾ വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. കാന്തപുരത്തെ തിരുത്തുന്ന കാര്യത്തിൽ ഒരാൾ വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ചിരി കാണാമെന്നല്ലാതെ അതല്ലെങ്കിൽ വ്യാജപരീക്ഷത്തിലോ ഏറ്റവും ചേർത്തി സംഘടനയെ പുറത്താക്കുമെന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അത്രേ ഉള്ളൂ. കാന്തപുരത്തെ ആരെങ്കിലും തിരുത്താൻ പോയാ
നേരെ കള്ളത്തൊരീക്കത്തിന്റെ പേരിൽ ചേർത്തിയിട്ട് എടുത്ത് പുറത്തുക്കിടും. സംഗതി ചവിട്ടിക്കൂട്ടി വെള്ളം കുടിച്ച് മൂലക്കിടലാണ് ഒരു പരിപാടി എന്ന് മനസ്സിലായല്ലോ. ഇതോടുകൂടെ ജിഷാനെ കിതാബ് ഓതിയിട്ടില്ലല്ലോ. കിതാബ് ഓതാത്ത ആളും കിതാബ് ഓതിയാളും തമ്മിൽ ചില വ്യത്യാസം ഉണ്ടെന്ന് കിതാബ് ഓതിച്ച ആൾക്കാർ പറയുന്നുണ്ട്. പണ്ടൊരാള് കാളനെ എന്ത് ചെയ്തു, വെള്ളം കോരാൻ ഏൽപ്പിച്ച്. അങ്ങനെ ഉണ്ടല്ലോ പണ്ടൊരു ഇങ്ങനെ കാളങ്ങനെ വട്ടത്തിൽ കറങ്ങും. കാളങ്ങനെ വട്ടത്തിൽ കറങ്ങിയിട്ട് വെള്ളം എന്ത് ചെയ്യും, ഇങ്ങനെ എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ പഴയ കാലത്ത്. പിന്നെ ആസുകല്ല് തിരിക്കണത് പോലെ. അപ്പൊ ഒരാള് കാളന്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയിട്ട് എന്ത് ചെയ്തു, അതിനവിടെ ആക്കിയിട്ട് പോന്നു. എന്തോടോ എന്നവിടെ കാണുന്ന കാളിനെ തെളിച്ചാലല്ലേ കാള പോകുള്ളൂ. കാളങ്ങനെ പോയിക്കോളും, നമ്മളെ കാള പരിശീലിപ്പിക്കപ്പെട്ട കാളയാണ് എന്ന് പറഞ്ഞു. അപ്പോ അത് നിന്നാ എനിക്കെങ്ങനെ മനസ്സിലാകുക? കാളന്റെ കൗത്തിലെ മണി അടിക്കണത് നിന്നാൽ കാള നിന്നോന്ന് മനസ്സിലാകും. അപ്പൊ ഇയാള് ചോദിച്ചു, അല്ല കാള ഇങ്ങനെ നിന്നുകാണ്ട് ഇങ്ങനെ ഇളക്കിയാലോ? കാളങ്ങനെ നിന്നുകാണ്ട് ഇങ്ങനെ ഇളക്കിയാലും ഇളകോലോ, മണിയടിക്കണ കേൾക്കോലോ, കാളം നടന്നാലല്ലേ വെള്ളം വരുള്ളൂ എന്ന് വെച്ച്. ഇയാള് പറഞ്ഞു, അത് ഉസ്താദെ നമ്മളെ കാള പള്ളി ദർസിൽ പോയിട്ടില്ല, കിതാബ് ഓതിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ജിഷാന് കിതാബ് ഓതാത്തത് കൊണ്ട് അയാൾക്ക് ഉറക്കം വന്നില്ല. കേരള മുസ്ലിങ്ങളുടെ മനസ്സിൽ അമ്മുവിന്റെ മുടി മുത്തുനബിയുടെ മുടിയായി സ്ഥാപിക്കപ്പെടാൻ പോകുന്നു എന്ന് കേട്ടപ്പോ അയാളുടെ ഉള്ളിൽ എവിടെയോ ഒരു അസ്വസ്ഥത. ഇത് അള്ളാന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി പടച്ചോൻ ചെയ്ത പണിയാ. ഇയാളെ മനസ്സിലുണ്ടാക്കി കൊടുത്ത അസ്വസ്ഥത. അയാൾ നേരെ പേരോടിനെ വിളിച്ചതും അയാൾ ടാപ്പ് ചെയ്തു. കേട്ടോളി. പിന്നെ മൂപ്പര് അത് അപ്പുറത്ത് മുക്കിയിട്ട് കാണിച്ചു കൊടുത്തു. അതായത് നൗഷാദാസിനെയാണ് ഈ വിഷയത്തിൽ കാള വെച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കാളക്കുട്ടിക്ക് വേണ്ടി തൊട്ടികെട്ടിയ വേറൊരാള്. മൂപ്പര് ഇത് ന്യായീകരിക്കാൻ വേണ്ടി ചെയ്തൊരു പണി, നേരെ ബോംബെയിൽ പോയിട്ട് അവിടുന്ന് ജാലിയൻവാല, ഇസ്ഹാഖ് ജാലിയൻവാലിനെ കണ്ടു, ഇഖ്ബാൽ ജാലിയൻവാലിനെ കണ്ടു. ഇഖ്ബാൽ ജാലിയൻവാല മൂപ്പർക്ക് എന്ത് ചെയ്തു, ഇതിൽ നേലില്ല എന്ന് തെളിയിച്ചു കൊടുത്തു എന്ന് പറയുന്ന വിവരം പേരോടിനെ വിളിച്ച് സംസാരിക്കണം. കേട്ടോളൂ. ബോംബെയിൽ പോയിരുന്നു, പോയാൽ പോയിരിക്കുമല്ലോ ഏതായാലും. അപ്പൊ പോയ സമയത്ത് ഇഖ്ബാൽ ജാലിയൻവാല അതിലൊരു ഷെയർ മുബാർക്ക് എടുത്ത് അതിൽ നൗഷാദ് അച്ഛനെ കൊണ്ട് തന്നെ പിന്നെ അപ്പർ ഒഴിപ്പിച്ചു. അങ്ങനെ അപ്പർ ഒഴിപ്പിച്ചിട്ട് ഒരു ബൾബിന്റെ അടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ നിഴൽ കണ്ടില്ലോ എന്ന് വെച്ചു. അപ്പൊ അച്ഛനെ നിഴൽ കണ്ടു. അപ്പം കണ്ടപ്പം പറഞ്ഞു, പിന്നെ അത് അപ്പറിന്റെ നിഴലാണ്, ഇൻഷാ അള്ളാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ആ സംസം പിന്നെ ഇത് ഷെയർ മുബാർക്ക് മുപ്പൊരു ഒരു പ്രത്യേക സാധനം കൊണ്ട്, കൊടില് മാതിരിയുള്ള പ്രത്യേക സാധനം കൊണ്ട് എടുത്തിട്ട് സംസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അത് നല്ല ചൂടുള്ള ബൾബിന്റെ മേലെ വെച്ച് ഉണക്കി എന്നിട്ട് അത് വീണ്ടും കാണിച്ചു കൊടുത്തു. അതിന് നേരില്ലാന്ന് പറഞ്ഞു. അത് മൂപ്പര് നേരിട്ട് കണ്ടു പറഞ്ഞാല് നൗഷാദാച്ചന്. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ഒരു രണ്ടാളുണ്ട്. അതിലിപ്പോ രണ്ടാളെ പറ്റിയില്ലെങ്കിൽ ഒരാളെങ്കിലും ഞാൻ ഇൻഷാല്ലാ അടുത്ത 9 അവസാനം നാട്ടിൽ വരുന്നുണ്ട്. അത് മർക്കസിൽ വന്നാൽ ഓരോന്ന് കാണിച്ചു തരാനുള്ള ഒരു ചുറ്റുപാട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതെ അല്ല, അതൊരു മറുപടിയാ. ഏത് ഇല്ല, പരിശോധിക്കുന്ന ഇപ്പൊ തെറ്റില്ലാന്ന് ഇപ്പൊ നമുക്ക് തന്ന ആളുകളെ പ്രവർത്തനം കൊണ്ട് തെളിയല്ലോ. അല്ല, നമ്മളിപ്പോ കാണിച്ചു കൊടുക്കാത്തതിന് എന്താ പിന്നെ കാരണം പറയാൻ? എനിക്കറിയില്ല, ഞാനതിന്റെ തന്നെ വരും. അല്ല, കൈവശം വെച്ചാല് എന്നേക്കാൾ മുൻപ് ദിവസമായില്ലേ ഉള്ളേ? ഞാൻ പറയില്ല, ഇതിന് സംശയപ്പെടുന്നല്ലോ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا
يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള വിവരണത്തിനിടയിൽ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസുകളിലൂടെ വിവരിക്കപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം ഏറെ പ്രകടമാവുകയും നമുക്ക് അവിടുത്തെ മഹത്വത്തെ കൂടുതൽ മനസ്സിലാക്കി തരികയും ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ഖൈബർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം. മുസ്ലിം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഗുണപാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന ഒരു സംഭവമാണ് ഖൈബർ യുദ്ധത്തിലൂടെ സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യം. ധാരാളക്കണക്കിന് കോട്ടകളും അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഫലഭൂയിഷ്ടമായ മണ്ണ് നിറഞ്ഞു കിടന്ന ഒരു പട്ടണമായിരുന്നു ഖൈബർ എന്ന് പറയുന്ന പ്രദേശം. ജൂതന്മാരുടെ ആവാസ കേന്ദ്രമായിരുന്നു ഖൈബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ കരാർ എഴുതിയതിന് ശേഷം മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത രൂപത്തിലുള്ള ഭീഷണികൾ നിലനിന്നിരുന്ന ഖുറൈശികളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രയാസങ്ങൾക്കും മറുപടിയായി എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ ഭീഷണി നിലനിൽക്കുന്ന പ്രബലമായ കേന്ദ്രം ഖൈബറിലെ ജൂതന്മാര് താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോട് കടുത്ത ശത്രുതയും വഞ്ചനയും കുതന്ത്രവും കരാറിലംഘനവും ഒക്കെയായി കഴിച്ചുകൂട്ടിയിരുന്ന യഹൂദികൾ, ജൂതന്മാർ വളരെയേറെ പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നേരെ അയച്ചുവിടാറ് പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മദീനയിലേക്ക് ആക്രമണത്തിനായി പുറപ്പെടുന്നതിന്റെ മുമ്പായി തന്നെ അവരുടെ താവളമായ ഖൈബറിലേക്ക് കയറി ചെന്ന് അവിടെ അറ്റാക്ക് ചെയ്യുവാനും ആക്രമണം നടത്തുവാനും അങ്ങനെ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള അവരുടെ പടയുടെ മുറിയിടിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ഖൈബറിലേക്ക് പോകാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കി ഹുദൈബിയ കരാർ എഴുതിക്കഴിഞ്ഞതിന് ശേഷം മദീനയിലെത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അടുത്ത ഭീഷണിയുള്ള കേന്ദ്രമായ ഖൈബർ, ആ ഖൈബറിൽ ജൂതന്മാരുടെ ആവാസ കേന്ദ്രമാണ് നാം പഠിച്ചു മനസ്സിലാക്കി വെക്കണം. ആ കേന്ദ്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന നിലയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി പറയുകയാണ്. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഈ പടപ്പുറപ്പാടുണ്ടായിട്ടുള്ളത്. കൂടെ പുറപ്പെടാൻ ഹുദൈബിയ കരാറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിക്കാൻ വേണ്ടിയാണല്ലോ പോയത്. അതിനിടക്കാണല്ലോ ഹുദൈബിയയിൽ തടയപ്പെട്ടതും അവിടെ വെച്ച് കരാർ എഴുതേണ്ടി വന്നതും. അപ്പൊ ഉംറ നിർവഹിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തപ്പോൾ ആ യാത്രയിൽ മക്കയിലേക്ക് പുറപ്പെടാൻ കുറെ ആളുകളൊക്കെ വിസമ്മതിച്ചിരുന്നു. കുറെ